നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. സൂര്യനിൽ നിന്നിട്ട് ഏകദേശം തൻ്റെ മാതാവും പിതാവും ആരൊക്കെയാണ് എന്ന് കർണൻ മനസ്സിലാക്കിയ നാളു മുതൽ കർണന്റെ മനസ്സിൽ ഈ പ്രകാരത്തിലുള്ള സംഘർഷം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. അത് കൃഷ്ണനും കർണനും തമ്മിൽ സംസാരിക്കുന്നതിന് കുറച്ചു നാള് ഏതാനും വിരലെണ്ണാവുന്ന മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അത് വ്യക്തമായതോടുകൂടി ആ സംഘർഷം പൂർണ്ണതയിലെത്തി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കർണൻ പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ ഈ യുദ്ധത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. കർണൻ പറയുന്നു, സ്വപ്ന ഹി ബഹവോ ഘോര ദൃശ്യന്തേ മധുസൂദന. അല്ലയോ കൃഷ്ണ, ഞാൻ അനേകം സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. ആ സ്വപ്നങ്ങൾ എല്ലാം ഘോരങ്ങളാണ്, വളരെയേറെ ഭീകരമാണ്. ഘോരമായിരിക്കുന്ന പരിണതി ഈ പ്രപഞ്ചത്തില് മനുഷ്യ രാശിക്ക് ഉണ്ടാകുന്നത് ആ സ്വപ്നങ്ങളിൽ കൂടി ഞാൻ കാണുന്നു. വിശേഷിച്ചും ക്ഷത്രിയന്മാർക്ക് യുദ്ധരംഗത്ത് എപ്പോഴും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള വിപത്ത് വരുന്നത് ഞാൻ കാണുന്നു. ആ വിപത്ത് മറ്റുള്ളവരെയും ബാധിക്കുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ ആ സ്വപ്നങ്ങളിൽ നിമിത്താനി ച ഘോരാണി തഥോത്പാദാസു ദാരുണാഹ. ആ സ്വപ്നം എനിക്ക് വിവരിച്ചു തരുന്നത് ഭീകരമായ വിപത്ത്. ഉണർന്നിരിക്കുമ്പോൾ അതിനെയൊക്കെ തെളിയിക്കുന്നതായ പല പ്രകാരത്തിലുള്ള ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഉത്പാദങ്ങൾ, കൊളിയാനുകൾ മിന്നുന്നത് ഞാൻ കാണുന്നു. കൊളിയാൻ മിന്നുന്നത്, ഉൽക്കകൾ വീഴുന്നത് പല പ്രകാരത്തിലുള്ള അപായത്തിന്റെ സൂചനകളാണ്. അതേപോലെ തന്നെ അപായ സൂചകമായിരിക്കുന്ന നിമിത്തങ്ങളും അല്ലയോ കൃഷ്ണ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ജ്യോതിശാസ്ത്രപരമായി താൻ കണ്ടെത്തിയ കാര്യങ്ങൾ കർണൻ കൃഷ്ണനോട് പറയുന്നത് നാം കേൾക്കും. പ്രാജാപത്യം ഹി നക്ഷത്രം ഗൃഹസ്ഥീക്ഷ്ണോ മഹാദ്യുതി. പ്രജാപതിയോട് ബന്ധമുള്ള, പ്രജാപതിയെ സംബന്ധിച്ചതായ നക്ഷത്രം രോഹിണി നക്ഷത്രം. ആ രോഹിണി നക്ഷത്രം ഇപ്പോൾ പല പ്രകാരത്തില് ആക്രമിക്കപ്പെടുന്നു. ആരാൽ? ശനൈശ്ചരനാൽ, ശനി ഗ്രഹത്താൽ. പ്രകാശപൂർണനായിരിക്കുന്ന ശനി അത്യധികം രോഷത്തോടു കൂടിയിട്ട് ഈ രോഹിണി നക്ഷത്രത്തെ പീഡനം ചെയ്യുന്നത് ഞാൻ നിരന്തരം മനസ്സിലാക്കുന്നു. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് അതിലൂടെ പ്രാണികളെ അത്യധികം ശനി വേദനിപ്പിക്കുന്നതും ഞാൻ കാണുന്നു. വരാനിരിക്കുന്ന ക്ലേശങ്ങളുടെ എല്ലാം സൂചകമാണത് എന്ന് മാത്രമല്ല, കൃത്വാച അങ്കാരകോ വക്രം ജ്യേഷ്ഠായാം മധുസൂദന അനുരാധാം പ്രാർത്ഥയത്തെ മൈത്രം സംഗമയന്നിവ. അല്ലയോ കൃഷ്ണ, മറ്റെല്ലാ ഗ്രഹങ്ങളും മറ്റെല്ലാ നക്ഷത്രങ്ങളെയും ഒക്കെ അപഗ്രഥിച്ച് നോക്കുമ്പോൾ അതിന്റെ സ്ഥാനങ്ങളും അതിന്റെ പ്രകൃതങ്ങളും ഒക്കെ അപഗ്രഥിച്ച് നോക്കുമ്പോഴേക്കും ഭയങ്കരമായ വിപത്തിന്റെ സൂചന മാത്രമേ കാണാനുള്ളൂ. യുദ്ധത്തിന്റെ സ്വഭാവം ഏറെയുള്ള ചൊവ്വാഗ്രഹം, ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ ജ്യേഷ്ഠ നക്ഷത്രത്തിലാണ്, തൃക്കേട്ട നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വന്നിട്ട് അത് വക്രഗതിക്ക് ഉത്സാഹിക്കുന്നു.
അതായത് ഈ ഗ്രഹങ്ങള് ഇങ്ങനെ വലതുവച്ച് പ്രദക്ഷിണമായിട്ട് പോകുന്നതാണ് സ്വാഭാവികമായിട്ട് നാം കാണുക. പക്ഷേ ആ ഗ്രഹങ്ങളുടെയും, നാം ഇരിക്കുന്ന ഭൂമിയിലാണ്, അതിൻ്റെയും വേഗതകൾക്കും ഭ്രമണപഥങ്ങൾക്കും അതേപോലെ തന്നെ ആ ഭ്രമണപഥത്തിന്റെ പരസ്പരമുള്ളതായ ചരിവിനും ഒക്കെ കൃത്യമായ വ്യത്യാസങ്ങളുണ്ട്. അതുമൂലം ചില ഗ്രഹങ്ങള് ചില സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകുന്നതായിട്ടും കുറെ കാലം കാണപ്പെടും. അതാണ് ആ ഗ്രഹം വക്രഗതിയിലാണ് എന്ന് പറയുന്നത്. അങ്ങനെ വക്രഗതിയിലേക്ക് പോയാൽ അത് ഏതാനും നക്ഷത്രം പോയിട്ട് പിന്നെ വീണ്ടും പഴയതുപോലെ പ്രദക്ഷിണമായിട്ട് വരുന്നതായിട്ട് കാണും. അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്നതാണ്. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഫലങ്ങളുണ്ട്. ഇവിടെ ചൊവ്വാഗ്രഹം അത് ശരിക്കു പറഞ്ഞാൽ ഒരുതരം യുദ്ധഗ്രഹം തന്നെയാണ്. അത് തൃക്കേട്ട നക്ഷത്രത്തിൽ നിന്നിട്ട് അനുരാധയിലേക്ക്, അനിഴം നക്ഷത്രത്തിലേക്ക് വക്രഗതിയെ അവലംബിക്കാനായിട്ട് ഉത്സാഹിക്കുന്നത് കാണുന്നു. അത് ക്ഷത്രിയന്മാർക്ക് ഭയങ്കരമായിരിക്കുന്ന വിനാശത്തെ അല്ലയോ കൃഷ്ണ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള തന്റെ ഉപദർശനങ്ങൾ കർണൻ വളരെ വിശദമായിട്ട് കൃഷ്ണനെ കേൾപ്പിക്കുന്നത് നമ്മൾ ആ സന്ദർഭത്തിൽ കാണും. അവയെല്ലാം ഒരേ പ്രകാരത്തില് യുദ്ധത്തെ, വിപത്തിനെ സൂചിപ്പിക്കുന്നു. ജ്യോതിശാസ്ത്രം പരമസത്യമാണ്. ഭംഗിയായി പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നതായ ഫലം കൃത്യമായിരിക്കുകയും ചെയ്യും. ഈ ജ്യോതിശാസ്ത്രം കണ്ടെത്തിയത് ഋഷിവര്യന്മാരാണ്. അവർക്ക് ഇതെല്ലാം നേരിട്ട് കാണാൻ കഴിയും. കാരണം ഈ ജ്യോതിർഗോളങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലും നിൽക്കുന്നു. ഈ എല്ലാ ഗോളങ്ങളും നമ്മുടെ ഉള്ളിലും നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തില് അവയുടെ ഭ്രമണപഥങ്ങളിലൂടെ അവയുടെ വേഗതയ്ക്കനുസരിച്ചിട്ട് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിലും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജ്യോതിശാസ്ത്രം ആചാര്യന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്ന അവസരത്തില് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നതായ ആ ജ്യോതിർഗോളങ്ങളുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് ഇതെല്ലാം പഠിക്കുക. അതിനെ ഗണിച്ചിട്ട് അതനുസരിച്ചിട്ട് ഫലം നാം കണ്ടെത്തും. ഋഷിമാര് അതേ പ്രകാരത്തിൽ സ്വന്തം ഉള്ളിൽ നടക്കുന്ന ഇതേ ജ്യോതിർഗോളങ്ങളുടെ ചലനത്തെ നേരിട്ട് കാണുന്നവരാണ്. അവർക്ക് ഈ ബാഹ്യ ജ്യോതിർഗോളങ്ങളുടെ ചലനം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ചലനവും ഉള്ളിൽ നടക്കുന്ന ചലനവും ഒന്ന് തന്നെയാണ്. ഈ ജ്യോതിർഗോളങ്ങളെല്ലാം ഉള്ളിലുണ്ട്. അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിലനിൽക്കുന്നു. അങ്ങ് മൂലാധാരം തൊട്ട് അങ്ങ് ഏറ്റവും മുകളിൽ ആജ്ഞാചക്രം വരെയും അതിനപ്പുറം സഹസ്രാരത്തിൽ അത് നിൽക്കുന്നു. അത് ഋഷിമാർക്ക് നേരിട്ട് കാണാം. അത് കണ്ടിട്ടാണ് അവര് ഓരോരോ കാര്യങ്ങൾ പറയേണ്ടത് നമ്മോട് നേരിട്ട് പറയുക. അങ്ങനെ ആ ഋഷിമാരെ സ്വന്തം ഉള്ളിൽ കണ്ടതായ ഈ ജ്യോതിസ്സുകളുടെ ചലനത്തെയും അത് നമ്മിലും പ്രപഞ്ചത്തിലും ഉളവാക്കുന്നതായ അനുഭവ വ്യത്യാസങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് തയ്യാറാക്കി തന്നതാണ് ജ്യോതിശാസ്ത്രം. അത് പരമമായ ശാസ്ത്രമാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ളത് കാണാൻ കഴിഞ്ഞാൽ അത് മതി. അത് തന്നെയാണ് പ്രപഞ്ചത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആകാശത്ത് എവിടെയോ നിൽക്കുന്നതായ ഗ്രഹങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നൊക്കെ പാണ്ഡിത്യത്തിന്റെ അങ്ങ് എവറസ്റ്റിന് മുകളിലിരുന്നു കൊണ്ട് പലരും ഉറക്കെ അട്ടഹസിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ജ്യോതിശാസ്ത്രം നിർമ്മിച്ച ആളുകള് ഈ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നോക്കിയിട്ടല്ല, അതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ ഉള്ളിലിരിക്കുന്നതായ ഗ്രഹങ്ങളുടെ ചലനത്തെ ആസ്പദമാക്കി ആണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നത്. നമുക്ക് ഉള്ളിലിരിക്കുന്ന ഗ്രഹങ്ങളെ കാണാൻ നിവൃത്തിയില്ലായതുകൊണ്ട് അതിന്റെ തന്നെ തനിപ്പകർപ്പ് ഈ പ്രപഞ്ചത്തിലുണ്ട്. പ്രപഞ്ചത്തിന്റെ തനിപ്പകർപ്പാണ് നാം. ആ യാഥാർത്ഥ്യം അറിയണം. സമഷ്ടിയുടെ തനിപ്പകർപ്പാണ് നാം.
പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മിലുണ്ട്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അത് പ്രപഞ്ചത്തിലുമുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അത് പ്രപഞ്ചത്തിലും സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഋഷിമാരുടെ സത്യദർശനം. അങ്ങനെ ഈ ഗ്രഹങ്ങൾ ആകാശത്ത് ദൂരെ എവിടെയുമല്ല, നമ്മുടെ ഉള്ളിലാണ്. മൂലാധാര ഗ്രഹേ സഹസ്രകിരണം. സൂര്യനിരിക്കുന്നത് നമ്മുടെ മൂലാധാരത്തിലാണ്. ആ സൂര്യനെ എല്ലാം വിശദമാക്കി പറയുന്നില്ല. ചന്ദ്രനിരിക്കുന്നതോ സ്വാധിഷ്ഠാനത്തില്. താരാധവം സ്വാശ്രയേ മാഹേയം മണിപൂരകെ ഹൃദിബുധം കണ്ഠേജ വാചസ്പതിം ഭ്രൂമധ്യേ ഭൃഗനന്ദനം ദിനമണേ പുത്രം ത്രികൂടോപരി നാഡീമർമ്മസു രാഹുകേതു ഗുളികാൻ നിത്യം സ്മരാമ്യായുഷേ എന്ന ജ്യോതിശാസ്ത്രത്തിൽ തന്നെ ഇതിന്റെ താക്കോല് ഋഷിമാര് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് ഒരു സ്തോത്രമാണ്, ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പഠിക്കും. അത് ജ്യോതിശാസ്ത്രത്തിലേക്ക്, അതിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള താക്കോലാണ്. അതാണെന്ന് അറിയുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിന്റെ അതിവിപുലമായ മണ്ഡലം, അതിഗഹനമായ മണ്ഡലം നമുക്ക് പ്രകടമായി തീരുക. കർണൻ ആ ജ്യോതിശാസ്ത്രത്തെ, നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വെളിയിൽ കാണുന്ന കർണൻ അതിനെ ശാസ്ത്രരീതിയാ അപഗ്രഥിച്ചിട്ട് വരാനിരിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് കൃഷ്ണനോട് പറയുന്നത് വളരെ വിശദമായിട്ട് നാം കേൾക്കും.